ഹായ് ഹലോ കൂട്ടുകാരെ, സുഖമായിരിക്കുന്നോ? എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും രേഖപ്പെടുത്തരുത് കേട്ടോ. കമൻറ്റ് എന്ത് തന്നെയായാലും ഒന്ന് രേഖപ്പെടുത്തണേ. രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഫുള്ളായിട്ടൊന്നും ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചക്കപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടുകാർ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് രാവിലെ നമ്മൾ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ നമ്മൾ ചക്കപ്പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷതേ നമ്മളെ ചക്ക ഒരു 2-3 ആഴ്ചയായി നമ്മൾ വരട്ടിയെ കൊണ്ട് നടക്കുന്നു കേട്ടോ. അപ്പോൾ അതിനാവശ്യം നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ തിളപ്പിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ വരട്ടിയെടുക്കണ ആ ഒരു ടൈമിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ ആണ് വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നെയ്യിൽ അങ്ങനെ വരട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അതേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഈ ചക്ക നന്നായിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കിയതിന് ശേഷം അരിച്ചെടുക്കുക. തുണി വെച്ചിട്ട് അരിച്ചെടുക്കും. എന്നിട്ട് ഇതിൻ്റെ ചണ്ടിയൊക്കെ മാറ്റിക്കളയും. ഇതിൻ്റെ നീര് മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞങ്ങളിപ്പോൾ അങ്ങനെ അത് അരിച്ചെടുക്കണില്ല കേട്ടോ. അല്ലാതെ തന്നെയാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്ന ആ ഒരു ടൈമിൽ നമ്മൾ ആവശ്യത്തിന് ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ട് ചൂടാറും തോറും നന്നായിട്ട് അത് തിക്കായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള ചക്ക വെച്ചിട്ടല്ല ഇതുണ്ടാക്കിയത് കേട്ടോ. ഇത് വേറെ ചക്കയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിന് ഓരോ ചക്ക ഉണ്ട്, നാരുള്ള ചക്ക, നാരില്ലാത്ത ചക്ക, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് നാര് ഇല്ലാത്ത ചക്കയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ചക്കയാണ് കേട്ടോ. ഇതങ്ങനെയല്ല, പക്ഷേ എങ്കിലും നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് പായസമൊക്കെ ആയ ഒരു ടൈമിൽ നമ്മൾ ഈ കൊട്ടത്തേങ്ങ ഇല്ലേ, വെള്ളമില്ലാത്ത കൊട്ടത്തേങ്ങ, ആ കൊട്ടത്തേങ്ങയാണ് നമ്മളിതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു കൊട്ടത്തേങ്ങയിൽ ഒരു ചെറിയൊരു പീസ് മാത്രമേ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്യ് നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള നെയ്യ്, അങ്ങനെയാണ് സാധാരണ നമ്മൾ നെയ്യ് എടുക്കേണ്ടത് കേട്ടോ. പക്ഷേ നമ്മളെന്താ വെച്ചാൽ നെയ്യും എണ്ണയൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിലങ്ങനെ അങ്ങോട്ട് വറുത്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നെയ്യ് നമ്മൾ കൂടുതൽ നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറ്റമുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ബദാം പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. തൊലി കളഞ്ഞിട്ട് അത് തൊലിയോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അത് ഓരോ സ്ഥലത്തൊക്കെ ഓരോ രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിത് ഇവിടെ നാളികേരമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വലിയ കോളൊക്കെ കാണിച്ചിട്ട് ഉണ്ടാക്കും, പക്ഷേ മധുരമുള്ളതൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല കേട്ടോ. പിന്നെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ട് കഴിക്കും, എന്നല്ലാത്ത രീതിയിൽ ഞാൻ മധുരം ഉപയോഗിക്കില്ല. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വലിയ പൂതിയായിട്ട് നമ്മൾ ഇരിക്കണമൊന്നും അല്ല കേട്ടോ ഇത്. പക്ഷേ ഇവിടെ ഏട്ടൻ അങ്ങനെയല്ല, ഏട്ടന് പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചക്ക ഇടാൻ പോയിട്ട് ആ ചക്ക പായസമായത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചക്ക കൂട്ടാനാണ് ആവുക കേട്ടോ. അപ്പോൾ ഇനി ഒരു ചക്കയും കൂടി ഉണ്ട്, അത് നമുക്ക് ചക്ക കൂട്ടാൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ നെയ്യിൽ തേങ്ങയൊക്കെ വറുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പായസമൊക്കെ ചൂടാറിയിട്ടാണ് പിന്നെ കഴിക്കണത് കേട്ടോ.
പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മനു സ്കൂളിൽ പോയതാണല്ലോ. പിന്നെ അതുപോലെ അപ്പൂസ് ഉറങ്ങി എണീക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അവൻ ഉറങ്ങി ആ ഒരു ടൈമിൽ നമ്മളിത് ഷീറ്റിൻ്റെ കുറച്ച് പീസ് നമുക്ക് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ മെഷീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എന്താ പറയുക, സ്ക്രൂ ടൈപ്പ് ആണില്ലേ, അത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ളതൊക്കെ മേടിക്കുമല്ലോ, അങ്ങനെ മേടിച്ചു കൊണ്ടിട്ട് അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അപ്പൂസ് അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ മനു എത്തി. അപ്പോൾ അങ്ങനെ പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് കലാപരിപാടികൾ തുടങ്ങിയിട്ടോ. സ്ഥിരമുള്ള പരിപാടികൾ തന്നെ, പുല്ല് പറിക്കുക എന്നുള്ള പരിപാടി. അപ്പോൾ ഞാൻ കുറേ വലുതായിട്ട് നിൽക്കുന്ന പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്നെ ഏട്ടൻ കളിയാക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പുല്ല് പറിക്കാൻ നിൽക്കും, പിന്നെ എങ്ങനെയാണ് പുല്ല് തീരാന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ അവിടെ ഇങ്ങനെ കളിയാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പുല്ല് എന്ന് പറഞ്ഞാൽ പറിച്ചാൽ തീരണ സാധനമൊന്നും അല്ലല്ലോ, അതവിടെ പിന്നെയും മുളയ്ക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതേ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ചോളാപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ ഇത്രയും ഉണ്ടായിരുന്നുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ.